pama pa pama re sa re pa ni sa pa pa ni sa sa re pa pa ni re sa. ഓണം 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 പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാത്തുമ്പി വന്നൂടെ എന്നോടൊപ്പം പോന്നൂടെ. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാതുമ്പി വന്നൂടെ എന്നോടൊപ്പം പോന്നൂടെ. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓഹോയ് 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 ഓഹോയ്. തന്നാലാലേ 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 തേ 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 തോ തേ 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 തോ. ആയിരവല്ലി പൂപറിക്കാം കുന്നമരത്തിൻ ചില്ലടക്കാം. ആയിരവല്ലി പൂപ്പറിക്കാം കൊന്നമരത്തിൻ ചില്ലടത്താം. ആ മണൽത്തട്ടിൽ കളം വരയ്ക്കാം. ആ കളമാകെ പൂനിറയ്ക്കാം. ആ കളമാകെ പൂനിറയ്ക്കാം. ഓണം 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 പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓഹോയ് 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 ഓഹോയ്. തന്നാനാനേ 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 ദേ 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 തും ദേ 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 തും.
ഓണത്തിനത്ത് മനം നിറയ്ക്കാം. ഓണം 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 പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന്
ഇഷ്ടപ്പെട്ട ശിങ്കാരം മേളം എന്നിട്ട് കൈയടിച്ചില്ലല്ലോ ആരും. അത് കഴിഞ്ഞ് നമ്മളെയൊക്കെ സ്വാഗതം ചെയ്തല്ലേ ഓണം വിരുന്നിലേക്ക്. റിസപ്ഷനിലെ കുട്ടികളെല്ലാവരും അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കും. അപ്പൊ നമുക്ക് ഓണപരിപാടി തുടങ്ങാം. ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആരെയാ മനസ്സിൽ വിചാരിക്കുന്നത്? ആ ഗോഡിനെ അല്ലേ? ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. സ്വാഗത പ്രസംഗത്തിനായി ശരണ്യ മിസ്സിനെ ക്ഷണിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സുകളെ കീഴടക്കി പൊന്നോണം വരവായി. നഷ്ടപ്പെട്ട നല്ല കാലത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് സഞ്ചരിച്ച് വറുതിയിൽ നിന്നും സമൃദ്ധിയിലേക്ക് സഞ്ചരിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏക മനസ്സോടെ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവോണത്തോണിയും തൃക്കാക്കരയപ്പനും ചെണ്ടമേളവും തുമ്പിത്തുള്ളലും തിരുവാതിരയും പൂക്കളവും പൂവിളികളുമായി ഓണമിങ്ങെത്തി. തൂശനിലയിൽ വിളമ്പുന്ന വിഭവസമൃദ്ധമായ സദ്യയുടെ ഗന്ധവും നനുനരുത്ത ഓണക്കോടിയിൽ നിന്നുതിരുന്ന തൂമണവും മലയാളിയുടെ മനസ്സിൽ തിരുവോണ സ്മരണകൾ ഉണർത്തുന്നു. ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ രാജഗിരി കിൻഡർഗാർട്ടനും ഒരുങ്ങിക്കഴിഞ്ഞു. മുല്ലപ്പൂ ചൂടിയും കുഞ്ഞു പാവാടയും ഓണം മുണ്ടുമുടുത്ത് മാവേലി തമ്പുരാന്റെ വരവിനായി ഈ കുഞ്ഞു കുരുന്നുകൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് മോടി കൂട്ടാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ PI ശങ്കരനാരായണൻ അവർകളാണ്.
ശ്രീ P.I. ശങ്കരനാരായണൻ അവരുടെ എൻ്റെ സ്വന്തം പേരിലും മാനേജ്മെന്റിന്റെ പേരിലും രാജകീയ കിൻഡർഗാർട്ടനിലെ ഓരോ അംഗത്തിന്റെ പേരിലും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പൗലോസ് തിരുനാച്ചൻ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ദൈവികതയുടെ പ്രതീകമായ നമ്മുടെ ബഹുമാന്യനായ അച്ഛനെ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. രാജകീയ കിൻഡർഗാർട്ടനിലെ എല്ലാ പരിപാടികളിലും സസന്തോഷം പങ്കെടുക്കുകയും ഈ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഫിനാൻസ് മാനേജർ ബഹുമാനപ്പെട്ട ആന്റണി കേളാമ്പറമ്പിൽ അച്ഛനെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നിത്യേനയുള്ള തിരക്കുകൾക്കിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാനും നല്ല മനസ്സ് കാണിച്ച രാജഗിരി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലായ ശ്രീമതി റൂബി ആന്റണിയെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതൃസ്നേഹത്തിന്റെയും മാർഗദർശനത്തിന്റെയും പ്രതീകമായ ഞങ്ങളുടെ വഴികാട്ടിയും മാതൃദീപവുമായ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷൈനി സിദ്ദീഖിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കിൻഡർഗാർട്ടന്റെ നെടുത്തൂണായ അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ സാരഥി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് സുബ്രഹ്മണ്യനെയും മറ്റു ഭാരവാഹികളെയും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുഞ്ഞു കുരുന്നുകളുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിച്ചേർന്ന രക്ഷിതാക്കളെയും അനധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും അതിലുപരിയായി നവമുകുളങ്ങളായ നമ്മുടെ കുഞ്ഞുമക്കളെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഓണം നമ്മുടെ എല്ലാ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. ഓണാഘോഷം തുടങ്ങാം അല്ലേ? എന്താ ഈ ഓണം? എന്താ ഓണം? എന്താ പൂക്കളം ഇടുന്ന ദിവസം? അത് ശരിയാ, പൂക്കളം ഇടുന്ന ദിവസമാണ് ഓണം. പിന്നെ എന്താ നമ്മുടെ നാട് ഏതാ? കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. പണ്ട് പണ്ട് കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്ന മഹാനായ ഒരു രാജാവായിരുന്നു. ആ കഥ അറിയോ എല്ലാവർക്കും? എന്താ ആ കഥ? എല്ലാവർക്കും അറിയോ അത്? ചിലർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ആ കഥയൊന്ന് കണ്ടു നോക്കിയാലോ? കൊയ്ത്തുകാരെ ഒന്നും കാണാനില്ലല്ലോ, എവിടെ പോയോ ആവോ? അതാ അവര് വരുന്നുണ്ട്.
ചിത്തിര ചോതി അത്തമ്പത്തിന് പൊന്നോണം, അത്തമ്പത്തിന് പൊന്നോണം, അത്തമ്പത്തിന് പൊന്നോണം. അത്തം, ചിത്തിര, ചോതി. എന്താ കുട്ടിയെ, നിനക്ക് ഓണത്തിന്റെ 10 നാളുകൾ പറയാൻ അറിയൂലേ? അറിയാം അമ്മ, അത് ഞാൻ വെറുതെ പാടിയതല്ലേ. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ ഒന്നും വെറുതെ അല്ല എന്റെ കുട്ടിയെ. എല്ലാത്തിനും നമ്മളുടെ ജീവിതവുമായും നമ്മളുടെ സംസ്കാരവുമായും ഒരുപാട് ബന്ധമുണ്ട്. അതെന്താന്ന് അറിയാമോ എന്റെ കുട്ടിക്ക്? ഓർമ്മയുണ്ട് ചില കഥകളൊക്കെ, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാമോ അമ്മേ? മനുഷ്യരെല്ലാം എപ്പോഴും ഒരുമയോടെ ജീവിക്കണം. അപ്പോഴാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. കള്ളവും ചതിയും ഒന്നുമില്ലാതിരുന്ന മഹാബലി രാജാവിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ഉണ്ട്. അതെല്ലാം ഒന്നും കൂടെ പറഞ്ഞുതരാമോ അമ്മേ? എന്റെ കുട്ടിയെ, അച്ഛൻ വരാറായി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, പിന്നീട് പറയാട്ടോ. ഇന്നെന്താ കൊയ്ത്ത് നേരത്തെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ കുട്ടി, ഓണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചാണോ പറയുന്നത്? അച്ഛാ, ഓണം ഇനി എത്തിയില്ലേ? ഓണത്തിന്റെയും മഹാബലിന്റെയും കഥകൾ ഒന്ന് പറഞ്ഞുതരാമോ? എനിക്ക് എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ. അതിനെന്താ, പറഞ്ഞു തരാലോ, കേട്ടോളൂ. പണ്ട് പണ്ട് മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. മഹാബലി രാജാവ് നീണാൾ വാഴട്ടെ. മഹാബലി രാജാവ് നീണാൾ വാഴട്ടെ. മഹാബലി രാജാവ് നീണാൾ വാഴട്ടെ. ഒരു സാധു കുടുംബം അങ്ങയോട് സഹായം യാചിച്ചു വന്നിട്ടുണ്ട്. അവർ വരട്ടെ. രാജൻ, അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും. അവിടെ സഹായം വരട്ടെ. മഹാബലിയുടെ പേരും പെരുമയും ജനപ്രീതിയും ഭൂമിയിലും സ്വർഗത്തിലും പരന്നു. ഇങ്ങനെ പോയാൽ മഹാബലി സ്വർഗലോകം കൈക്കലാക്കുമെന്നും ദേവന്മാരുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെട്ടു. ദേവന്മാരുടെ അധിപനായ ദേവേന്ദ്രൻ പോലും മഹാബലിയുടെ ഈ വളർച്ചയിൽ അസൂയാലുവായി. ഭൂമിയിലെ അസുരാജാവ് മഹാബലി സ്വർഗലോകം പിടിച്ചെടുക്കുന്നു തോന്നുന്നു. നിർത്തൻ. മഹാബലി മഹാബലി, എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ കേൾക്കാനുള്ളൂ. നാരായണ 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 നാരായണ. നാരദമുനിക്ക് ദേവസദസ്സിലേക്ക് സ്വാഗതം. മഹാബലി അശ്വമേധയാഗം നടത്താൻ പോകുകയാണ്. ഈ യാഗം കഴിഞ്ഞാൽ മഹാബലി ദേവന്മാരുടെ ദേവനാവും. പിന്നെ മഹാബലിയെ ജയിക്കാൻ ആർക്കും കഴിയില്ല. ദേവേന്ദ്ര, മഹാബലി തികഞ്ഞ വിഷ്ണുഭക്തനാണ്. മഹാവിഷ്ണുവിന് മാത്രമേ ഇക്കാലത്ത് നമ്മെ സഹായിക്കാൻ കഴിയൂ. എന്നാൽ വരൂ, ഇപ്പോൾ തന്നെ വൈകുണ്ഠത്തേക്ക് പുറപ്പെടാം. ദേവന്മാർ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തി. सागर शाही
രക്ഷിക്കണേ രക്ഷിക്കണേ. മഹാപ്രഭു, ഭൂമി ഇപ്പോൾ സ്വർഗതുല്യമാണ്. മഹാബലിയുടെ ഭരണത്തെക്കുറിച്ച് അങ്ങ് കേട്ടിരിക്കുമല്ലോ. ഇങ്ങനെ പോയാൽ ദേവേന്ദ്രന് സ്വർഗലോകം നഷ്ടമാകും. അങ്ങേക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മഹാബലി അശ്വമേധയാഗം നടത്താൻ പോകുകയാണ്. പിന്നെ മഹാബലിയെ ജയിക്കാൻ ആർക്കുമാകില്ല. ഞങ്ങളെ കൈവിടരുതേ മഹാപ്രഭു. അല്ലയോ ദേവന്മാരെ, നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. നാം ഒരു ഉപായം കാണാം. അങ്ങനെ മഹാബലി ചക്രവർത്തി അശ്വമേധയാഗം തുടങ്ങി. एवं ध्यायति यो नित्यं स योगी योगिनां वरः. नमो व्रातपतये नमो गणपतये नमः प्रमथपतये नमस्तेस्तु लम्बोदरायैकदन्ताय विघ्ननाशिने. മഹാബലി രാജാവ് നിനാൽ വാഴട്ടെ. ഒരു ബ്രാഹ്മണ ബാലൻ അങ്ങേ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുന്നു. വരാൻ പറയൂ. एवं ध्यायति यो नित्यं स योगी योगिनां वरः. नमो व्रातपतये नमो गणपतये नमः. അല്ലയോ ബ്രാഹ്മണ ബാല, അങ്ങേക്ക് എന്താണ് വേണ്ടത്? രാജൻ, അങ്ങ് വലിയ ദാനശീലനാണല്ലോ. ഞാനൊരു ദാനം ചോദിക്കാനാണ് വന്നത്. തീർച്ചയായും, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. രാജൻ, എനിക്കങ്ങ് 3 അടി മണ്ണ് ദാനമായി തരുമോ? ബാലിക, ഇച്ഛ പോലെ. അരുത് രാജൻ, ഈ ബാലൻ സാധാരണക്കാരനല്ല. ഈ ദാനം അങ്ങേക്ക് ദോഷം ചെയ്യും. ബ്രോ, അങ്ങ് നമ്മെ തടയരുത്. ബാലിക, ആവശ്യമല്ല മണ്ണ് അലന്നെടുത്തോളൂ. അത് പറയേണ്ട താമസം ആ ബാലൻ ഭീമാകാരനായി വളർന്നു. ആദ്യത്തെ കാലടിയിൽ ഭൂമിയും 2ാമത്തെ കാലടിയിൽ ആകാശവും അളന്നു. 3ാമത്തെ കാലടി വെക്കാൻ സ്ഥലമില്ലാതെയായി. അല്ലയോ മഹാരാജൻ, അങ്ങു പറഞ്ഞ പോലെ 3ാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് കൽപ്പിച്ചാലും. പ്രഭോ, ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. 3ാമത്തെ കാലടി അങ്ങ് എന്റെ ശിരസിൽ വെച്ചോളും. സത്യസന്ധനായ മഹാബലി വാക്കുപാലിക്കാനായി തന്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. ഭൂമിയിൽ നിന്ന് വിട പറയും മുമ്പ് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അനുവാദം തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് വിഷ്ണു ഭഗവാൻ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി നമ്മളെ എല്ലാവരെയും കാണുവാനായി എത്തുമ്പോഴാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മഹാബലിയല്ലേ? അപ്പൊ പറയൂ, മഹാബലി നീണാൾ വാഴട്ടെ. മഹാബലി ഒന്ന് അനുഗ്രഹിച്ചോളൂ എല്ലാവരും. ഹലോ പറയൂ എല്ലാവരോടും. കൈ കാണിക്കൂ. ഹലോ. മഹാബലിയെ നമുക്ക് വിശിഷ്ട അതിഥികളുടെ കൂടെ ഇരുത്താം. മഹാബലി പ്രജകളെ കാണാൻ കേരളത്തിൽ എത്തുന്ന ദിവസമാണ് ഓണം അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്തെല്ലാം ചെയ്യും ഓണത്തിന്? പൂക്കളയിടും. അത് ശരിയാ. പിന്നെ
സദ്യ ഉണ്ണും. പിന്നെ പായസം കുടിക്കും. ആർക്കൊക്കെ പായസം ഇഷ്ടമാണ്? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. ശരി, ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ ഓണക്കളികൾ കളിക്കും. എന്ത് കളിക്കും? ഓണക്കളികൾ. അമ്മമാരെല്ലാം വട്ടം നിന്ന് കൈകൊട്ടി പാട്ട് പാടി ഒരു വട്ടത്തിൽ നിന്നിട്ട് എന്ത് കളിക്കുക? നമ്മൾ കണ്ടല്ലോ, ആ തിരുവാതിര കളി. നമുക്കൊന്ന് തിരുവാതിര കളി കണ്ടാലോ? ഭഗവതിയും മംഗള ആതിര പൂജ ചെയ്യുവാൻ ഞങ്ങളെ ഇന്നു തുണച്ചിടണം. മാർഗഴി മാസത്തിൻ മാദക ജ്യോതിസേ മാരരി പൂവിൻ്റെ ജന്മതാരേ. അവസരമില്ല. വിരവിൽ നിന്നെ ചതിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. കുമ്മാട്ടി ആണോ? ആരൊക്കെ കേട്ടിട്ടുണ്ട് കുമ്മാട്ടി? ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന കുമ്മാട്ടിയെ കുറിച്ച്. കേരളത്തിലെ തൃശ്ശൂര്, പാലക്കാട് ആ ജില്ലകളിലൊക്കെ വരുന്ന ഒരു ഓണക്കളിയാണ് കുമ്മാട്ടി. അതുപോലെ കണ്ണൂർ ഭാഗത്ത് ഓണേശ്വരൻ എന്നൊരാളുണ്ട്. ആരാണ്? ആ ഓണത്തിന്റെ വരവറിയിച്ച് ഓണേശ്വരൻ മണിയൊക്കെ തീർത്ത് വന്ന് വീടുകളിൽ പറയും ഓണം എത്തിന്ന്. എന്താ പറയാ? കൊച്ചു കുട്ടികളൊക്കെ വട്ടത്തിൽ ഇരുന്ന് വേറൊരു കളിയുണ്ട് ഓണത്തിന് കഴിയുന്നത്. അതിന്റെ പേരാണ് തുമ്പിത്തുള്ളൽ. എന്താണ് തുമ്പിത്തുള്ളൽ? അതെല്ലാം നമുക്ക് കാണാം.
മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 പൂവിടം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പൂവിടം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറപറനാണോ പല്ലക്കിലാണോ നടനടനാണോ ഇരിയിരുന്നാണോ പറപറനാണോ പല്ലക്കിലാണോ നടനടനാണോ ഇരിയിരുന്നാണോ മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 തിത്താം ചെയ്താര തകതേ തകതാര തിത്താം ചെയ്താര തകതയത്തിനുന്താര തിത്താം ചെയ്താര തകതേ തകതാര തിത്താം ചെയ്താര തകതയത്തിനുന്താര തിത്താം ചെയ്താര തകതേ തകതാര തിത്താം ചെയ്താര തിറങ്ങി താര ഞഴിപ്പു വിരിഞ്ഞേ തിരക്കതിരു കണ്ടേ താര ചന്ദ്രമുഖം പോലെ അത്തമ്പു തിറങ്ങി താര ഞഴിപ്പു വിരിഞ്ഞേ തിരക്കതിരു കണ്ടേ താര ചന്ദ്രമുഖം പോലെ നമുക്കൊരു കൊച്ചു ഓണപ്പാട്ട് പാടിയാലോ? മാവേലിയെ കുറിച്ചുള്ള പാട്ട്. 1, 2, 3 സ്റ്റാർട്ട്. മാവേലി നാടും വാണിടും കാടും പാട്ട് പാടിയത്. അയ്യോ, ആരും വന്നിട്ടുണ്ട്. മേലൊക്കെ ചായം തേച്ച് ഒരു ആനിമലിന്റെ പുലി എങ്ങനെ ഒച്ച ഉണ്ടാക്ക? ഓ, ഇത് വലിയ ഒച്ചയൊന്നും. ഇപ്പൊ പേടിച്ചു. ആരാ വന്നിരിക്കണേ? പുലികൾ വന്നിട്ടുണ്ടോ? രാജഗിരിയില് ചോണക്കുട്ടന്മാരായ പുലിക്കുട്ടന്മാര് വന്നിട്ടുണ്ടോ? നമുക്ക് കണ്ടാലോ?
നല്ല ക്യൂട്ട് പുലികളായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് പേടി വരാത്ത ആണോ? ഇന്നിവിടെ എന്താ നമ്മൾ ആഘോഷിക്കുന്നത്? ഇന്ന് 2 വിശേഷങ്ങളുണ്ട്. 2 എണ്ണം 2 1 രാജഗിരി കിൻഡർഗാർട്ടനിൽ ഓണം ആഘോഷിക്കുക. അത് വലിയൊരു വിശേഷമല്ലേ? തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ആര് കേട്ടിട്ടുണ്ടോ? വെറുതെ പറയാം. കേട്ടിട്ടുണ്ടോ? അവിടെ ഇന്ന് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഓണം തുടങ്ങുന്നത് അത്തച്ചമയം എന്നുള്ളൊരു പരിപാടിയിലൂടെയാണ്. എന്താ പേര്? എല്ലാരും പറയണം. അത്തച്ചമയം ഘോഷയാത്രയോടുകൂടി ഒരു വലിയൊരു വിശേഷമാണത്. എത്ര ദിവസം നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? കാണിക്കും, നമ്പേഴ്സ് കാണണം. 10. How many days? Show me 10 days. Seniors, show. 10 ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് അല്ലേ? അത്തം മുതൽ 10 ദിവസം. എല്ലാരും പറയൂ. ശരി, നമുക്കിനി നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ? എല്ലാവർക്കും ഇഷ്ടമായോ ഓണപ്പാട്ട്? വെരി ഗുഡ് എന്ന് പറയും എല്ലാരും. വെള്ളത്തിന്റെ മുകളിൽ ഒരു കാര്യമുണ്ട്, ഓണത്തിന് മാത്രം ഉള്ളത്. എന്താണ്? എന്താണ്? വള്ളം കളി. എല്ലാരും പറയൂ വള്ളം.
നമ്മുടെ രാജഗിരിയും വള്ളം കളിക്ക് തയ്യാറായി കഴിഞ്ഞു. തഞ്ചത്തിൽ താളത്തിൽ ചേരിക്കൊതിക്കുന്ന ചുണ്ടന്റെ ചന്തത്തിനാർപ്പുവിളി. ആലപ്പുഴയിലെ പൊന്നമടയിലെ കയലിൽ കേളിക്കൊട്ടു. ഓളപ്പരക്കിലെ പങ്കായ കൊത്തി നിന്നാളിത്തെറിക്കുന്നു മുത്തുവെള്ളം. ചേരും ശരം പോലെ നാഗക്കൂതിപ്പോടെ ദേശപ്പെരുമയ്ക്കായി കേളികൊട്ട്. മണ്ണൊരുക്കി വിത്തിറക്കി കൊയ്തെടുത്ത് നെല്ലളന്ന് അന്നമുട്ടും കൈകളാണേ, കൈകരുത്തും തുഴകളാണേ. പച്ചിരുമ്പിൻ മെയ്ക്കരുത്തിൽ, പച്ചിരുമ്പിൻ മെയ്ക്കരുത്തിൽ പങ്കായത്തുമ്പത്തെ കുത്തോളം പൊങ്ങുമ്പോൾ തീ 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 തോ. ഉന്നമാടക്കായൽ ഈ കുട്ടനാടൻ കായൽ, തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ടേ. ഉന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ, പൂമാരനെ കണ്ടുവോ കാവിനരികെ. മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമടക്കായൽ. വളരെ മനോഹരമായിരുന്നു അല്ലേ? എന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ടാ? ഒരു വള്ളംകളിയുടെ പാട്ട് പഠിച്ചല്ലോ. കേൾക്കുന്നില്ല. പാടാം. കുട്ടനാടൻ കൊഞ്ചലിയിലെ കൊച്ചുമേളം. ലൗഡാ. നമ്മൾ കേരളത്തിൽ കണ്ടതും കാണാത്തതുമായ ഒരുപാട് നല്ല നല്ല കലാരൂപങ്ങളുണ്ട്. അതെല്ലാം ഓർത്തിണക്കി ഒരു നല്ലൊരു പരിപാടിയാണ് നടത്തുന്നത്. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന കേരളം എണ്ണിയാൽ ഒടുങ്ങാത്ത കലാപാരമ്പര്യത്താൽ സമ്പന്നമാണ്.
പൗരാണികവും അനുഷ്ഠാനവും നാടോടിയവുമായി സമൃദ്ധമായ നമ്മുടെ കലാപാരമ്പര്യം കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ പൈതൃകത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കൂത്തമ്പലങ്ങൾക്ക് പുറമേ കാവുകളിലും മൈതാനങ്ങളിലുമായി വളർച്ച പ്രാപിച്ച ഈ കലാരൂപങ്ങളിൽ മലയാളിയുടെ ആസ്വാദനശേഷിയും സൗന്ദര്യബോധവും കാണാനാകും. മലയാളത്തിൻ്റെ കീർത്തി മറുനാടുകളിലെത്തിച്ച കഥകളിയും ലാസ്യപ്രധാനമായ മോഹിനിയാട്ടവും ആയോധന കലാരൂപമായ കളരിപ്പയറ്റും അനുഷ്ഠാന കലയായ തെയ്യവും ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമായ കൂടിയാട്ടവും വൈവിധ്യത്താൽ കേരളനാടിൻ്റെ യശസ്സുയർത്തുന്നു. കാലത്തിൻ്റെ തിരക്കിൽ പല കലകളുടെയും തനിമ മാഞ്ഞു പോകുന്നുവെങ്കിലും ചരിത്രം എന്നും സമ്പന്നമാണെന്ന് ചിലർക്കെങ്കിലും അറിവുള്ളതാണല്ലോ. ഈ സമ്പന്നതയെ പുതുതലമുറകളിലേക്ക് പകർന്നു നൽകാൻ നമ്മുടെ വിദ്യാലയം എന്നും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അത്തരമൊരു പ്രയത്നത്തിൻ്റെ ആവിഷ്കാരമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ വരിക വേണോ വരിക വേണോ
ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളിരാലസാവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനമായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാവനുണർന്നല്ലോ വാസുദേവായ വ്യാപായാൽ സർവവ്യാപിയായിട്ടുള്ള വസുദേവൻ ഭവാൻ വന്നിട്ട് ഹയ്യ ഖേമായിരിക്കണം. ഈ കൂടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ രക്ഷിക്കണം 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 രക്ഷിക്കണം.
പൊലിക കാവൽ നോക്കണ കാവിലെ ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണു നോവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിമേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുപ്പവും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടിത്താറി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുത്തോ വയറ് നിറച്ചു മനസ്സ് നിറച്ചു ഒരു സദ്യ നമ്മളിപ്പോഴും ഇവിടെ കണ്ടു കഴിഞ്ഞു. കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നാം അത് ആസ്വദിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഈ കലാവിരുന്ന് ഒരു കേരള ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ അവതരിപ്പിക്കുകയാണ്. കലാരൂപങ്ങളുടെ പ്രത്യേകിച്ച് എല്ലാവിധമായ കലകളും അതിൻ്റെതായ എല്ലാ സൗന്ദര്യത്തോടും കൂടിയിട്ട് ഇവിടെ അണിയിച്ചൊരുക്കിയ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ അധ്യാപികമാർക്കും അതിൻ്റെ പിന്നിൽ അണിനിരന്ന മറ്റ് എല്ലാവർക്കും ഞാൻ ആദ്യമേ ആശംസ പറയുകയാണ്, അഭിനന്ദനം പറയുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ചും പറയേണ്ടതില്ല. അവരെല്ലാം എത്ര ചടുലമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇതിനപ്പുറത്തെ സ്ക്രീനിലുമൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. വാസ്തവത്തിൽ ആകാശവും ഭൂമിയും പാടവും നമ്മുടെ കായലും എല്ലാം ഒത്തുചേർന്ന് ഇത് ഭൂമിയും സ്വർഗവും ഒന്നിച്ചത് പോയാൽ ഒരനുഭവമാണ് ഈ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതിൻ്റെ അധ്യാപികമാർക്കും പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾക്കും എല്ലാവർക്കും കുട്ടികൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഓണത്തിനെ പറ്റിയിട്ട് ധാരാളം പറയാനുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് നൽകാനുള്ള സന്ദേശമാണ് പറയേണ്ടത്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത് അവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്ന കാര്യമില്ല. ഞാൻ കുറേയേറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ. അവരെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് എൻ്റെ മുന്നേ വന്ന് ക്ഷണിച്ച ശ്രീ ഷൈനി ടീച്ചറോട് ഒക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഞാനൊരു അക്ഷരപ്പാട്ടുകളുള്ള പുസ്തകം കൊടുത്തു. അതിൻ്റെ പുതിയ ഇത് അറിയാൻ പോകണം കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഉച്ചാരണത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. മലയാളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മലയാളം ശീലമാക്കൂ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ സ്വീകരിച്ചത് ചെണ്ടമേളത്തോടു കൂടിയിട്ടാണ്. ആന മുൻപിൽ വരുന്നു എന്ന തോന്നിയിൽ ആലവട്ടവും വെഞ്ചാമരയും പിടിച്ചിട്ടുള്ളതായ ആളുകളും അങ്ങനെ താലമെടുത്തിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു സ്വീകരണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിന് അപ്പോൾ ഞാൻ ഓർത്തത് ഒരു ചെണ്ടക്കവിത, ഇവിടെ ഇപ്പോൾ ആദ്യം അവതരിപ്പിച്ചത് ഒരു ചെണ്ട ആയിരുന്നു. ഞാനൊരു 75 കൊല്ലം മുൻപ് എഴുതിയ ഒരു കവിത, അല്ല 50 കൊല്ലം മുമ്പ് എഴുതിയ കവിതയാണ്. ആ കവിത ചെണ്ടയെ പറ്റാണെന്ന് പറയില്ല, പക്ഷെ ഞാൻ കുട്ടികളെ പറ്റിയിട്ടാണ് എഴുതുന്നത്. അത് മിണ്ടട മിണ്ടട മിണ്ടാണ്ടിരിയട എന്നാണ് ആ കവിത. ഇതാണ്: മാരാർക്കുണ്ടൊരു കുസൃതിക്കുട്ടൻ മാരാരവനെ തോളിൽ തൂക്കിയിട്ടെന്തട ഏതട മിണ്ടട മിണ്ടട മിടണ്ടിരിയട. മാരാർക്കുണ്ടൊരു കുസൃതിക്കുട്ടൻ മാരാരവനെ തോളിൽ തൂക്കിയിട്ടെന്തട ഏതട മിണ്ടട മിണ്ടട മിടണ്ടിരിയട മിണ്ടണ്ടിരിയട.
തല്ലി തല്ലിത്തോല് പൊളിക്കും, തല്ലി തോല് പൊളിക്കും, വല്ലാ വികൃതികൾ വയ്യാ കേൾക്കാൻ മിണ്ടണ്ടിരിക്കട, എന്നിട്ടെന്തട ഡുണ്ടും ചടപട മണ്ടകിലുക്കിയിട്ടിരുകൈ കൊണ്ടും ഡുണ്ടും ചടപട എന്നാണ് കവിത. ഒരു ചെണ്ടയെ അഭിമുഖീകരിക്കും. ചെണ്ടയാണെന്നത് പറയുന്നില്ല. ഒരു കുട്ടിയും രക്ഷിതാവുമാണെന്ന് കേൾക്കാം. വികൃതി കളിച്ച ഒരു കുട്ടിയെ എടുത്ത് തൂക്കിപ്പിടിച്ചിട്ട് അച്ഛൻ അടിക്കുന്നു അല്ലെങ്കിൽ എന്നുള്ളതായ ഒരു പഴയ സങ്കല്പത്തിൽ എടുത്താൽ മതി. മിണ്ടരുത് എന്ന് പറയും. തല്ലുകൊള്ളുമ്പോൾ അവൻ കരയും പറയും മിണ്ടരുത് എന്ന്. മിണ്ടാൻ തുടങ്ങിയാൽ പറയും നീ അല്ലേ വാപത്തട എന്ന് മിണ്ടാണ്ടിരിക്കണം. അപ്പം അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഞാനിവിടെ സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞു. സദ്യയുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കവിത പണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതും ടീച്ചർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് പപ്പടം എന്നൊക്കെ. അപ്പോൾ പപ്പടത്തിനെ പറ്റി ഒരു കവിതയുണ്ട്. അത് ഇതാണ്: ടം പടം പപ്പടം പടപടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം, കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം, അയ്യോ വീണുപോയി പൊടി പപ്പടം. ഇത് വളരെ പഴയ കവിതയാണ്. പണ്ട് അതിൻ്റെ പലഹാരപ്പാട്ടുകൾ എന്നുള്ള പുസ്തകത്തിലുണ്ട്. പക്ഷേ ഇത് പല നഴ്സറി ടീച്ചർമാരും എഴുതിയെടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്കറിഞ്ഞുകൂടാ അടുത്തത്. അങ്ങനെയുള്ള പല കവിതകളുണ്ട്. അതുപോലെ പലഹാരപ്പാട്ടിലെ മറ്റൊരു പാട്ടാണ്: ഇഡ്ഡലിയും ചട്ടനിയും എന്തു നല്ല ചേർച്ച, ബ്രെഡിനോട് ബട്ടറിന് എന്തു നല്ല ചേർച്ച, ഉപ്പുമാവും പഞ്ചസാരയും എന്തു നല്ല ചേർച്ച, ടീച്ചറും ഈ കുട്ടികളും എന്തു നല്ല ചേർച്ച. ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും തമ്മിൽ നല്ല ചേർച്ച. അവർ ബ്രെഡും ബട്ടറും പോലെ ഉപ്പുമാവും പഞ്ചസാരയും പോലെ പരസ്പരം ഇണങ്ങി ആസ്വദിപ്പിക്കുന്ന ഒരു കലാവിരുന്നാണ് നമുക്ക് തന്നത്. അപ്പോൾ പലഹാരപ്പാട്ടുകളുടെ ഇത് കാര്യമാണ്. ഇതുപോലെ ധാരാളമുണ്ട്. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ അമ്മ എന്നുള്ള ആ എന്നുള്ള അക്ഷരം എഴുതിയിട്ട് അമ്മ എന്ന് എഴുതപ്പെടും. ആ എന്നുള്ള അക്ഷരത്തിന് അമ്മ. അപ്പോൾ അത് കൊടുക്കുന്നത് അമ്മ നല്ലൊരമ്മ ഉമ്മ തരും അമ്മ. അത് കുട്ടികളെ നഴ്സറിയിൽ അവരെ കൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ചൊല്ലുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് സോങ്ങിൽ ഉണ്ടായതുപോലെ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ടാവും. അമ്മ നല്ലൊരമ്മ ഉമ്മ തരും അമ്മ. രണ്ടാമത്തെ അക്ഷരം ആ. ആനവമ്പനാന രണ്ടു കൊമ്പനാന. എത്ര കൊമ്പനാനയാണ് മോനെ? രണ്ട് കൊമ്പനാന. രണ്ട് കൊമ്പനാനയുണ്ടോ അത് ആനയ്ക്ക് രണ്ട് കൊമ്പാണോ? നമുക്ക് വിശദീകരിച്ച് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ആവുമ്പോൾ ഇന്ത്യ എൻ്റെ നാട് ചന്തമേറും നാട്. ഇന്ത്യയെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ കുറിച്ച് പറയുകയാണ്. നാലാമത് വരുമ്പം ഈ ആണ്. ഈച്ചക്കാറ് കാല് പൂച്ചക്കൊരു വാല്. വീണ്ടും അതിൻ്റെ ഒരു ജീവിയുടെ പ്രത്യേകതകളെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈച്ചക്കാറ് കാല് പൂച്ചക്കൊരു വാല്. ഈച്ചയ്ക്ക് ആറ് കാലുണ്ടെന്ന് കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അതിലൂടെ ഈ കൊച്ചു കവിതകളിലൂടെ തന്നെ ആ സന്ദേശം കൊടുക്കുകയാണ്. അതിൻ്റെ ശാരീരിക അവസ്ഥകളൊക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങനെ 51 അക്ഷരങ്ങളെ കുറിച്ചും ഉള്ള കവിതയാണ് അക്ഷരപ്പാട്ടുകൾ. അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഒരു കോപ്പി ഉണ്ടായിട്ടുള്ള ഒരു ടീച്ചർ കൊടുത്തു. അതിൻ്റെ പുതിയൊരു പതിപ്പ് ഇറങ്ങാൻ പോകുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമ്മേളിപ്പിക്കുന്ന ഒരു അക്ഷര പാട്ടുകൾ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട്, ഇംഗ്ലീഷ് അക്ഷരഗാനങ്ങളുണ്ട്. പൗലോസച്ചൻ പറഞ്ഞു പായസത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് പാടാൻ ഇവിടെ നേരെയില്ല, പായസം കുടിക്കാൻ പോവുകയാണ് ഇത് വേണ്ട. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യം വിരലുകൾ, അക്കപ്പാട്ടുകൾ. ഒന്നിനെ 1, 2, 3 ഉള്ളതിനെ കുറിച്ചുള്ള അക്കപ്പാട്ടുകളുണ്ട്. പിന്നെ ഒന്ന് ഇംഗ്ലീഷ് അക്ഷരഗാനങ്ങളുണ്ട്. ആ ഇംഗ്ലീഷ് അക്ഷരഗാനങ്ങളിലും ഒരു എങ്ങനെയാണ് കുട്ടികളെ അക്ഷരം ഇംഗ്ലീഷ് പഠിക്കുന്നത്? കുത്തനെ ഒരു വര ഒന്നായി, കൂടുതൽ വായിക്കാം. കുത്തനെ ഒരു വര ഒന്നായി, അടുത്തൊരൊന്നും 11 നടുക്കു കുറുകെ ഇങ്ങനെ ഒരു വര, എച്ചായില്ലേ നോക്കച്ച. ഒരു വര ആദ്യം വരയ്ക്കുന്നു, പിന്നെ അടുത്ത വര നോക്കുന്നു, നടുക്കൊരു വരയും, എച്ചായില്ലേ നോക്കച്ച എന്ന് കുട്ടി തന്നെ അച്ഛനെ പഠിപ്പിക്കുന്ന രീതിയിലാണ്. അതുപോലെ ഇങ്ങനെ ഒരു കടങ്കവിതകളുണ്ട്.
അപ്പോൾ കവിതയിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഈ കവിതയുടെ ഒരു അംശമാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചതായ എല്ലാ കലാരൂപങ്ങളും. കവിതയില്ലെങ്കിൽ ജീവിതം സുന്ദരമല്ല. ആ ജീവിതത്തിനൊരു താളം ഉണ്ടാക്കുന്നതാണ് കവിത. കവിത കൈവിട്ടു പോകുന്നത് നമ്മുടെ കയ്യിൽ. കവിത ചൊല്ലി പഠിപ്പിക്കുന്ന ടീച്ചർമാർ കുറയുന്നു, പാഠപുസ്തകങ്ങൾ കുറയുന്നു. അതുകൊണ്ട് കുട്ടികളിൽ മനസ്സ് ഡ്രൈ ആയി വരുന്നു. അവരുടെ ഇങ്ങനെയുള്ള ഈ കലാവിദ്യകൾ പഠിക്കുന്ന കുട്ടികൾ മറ്റൊരു ലഹരിയുടെ മുന്നിൽ പോവുകയില്ല, പിറകെ പോവുകയില്ല. അതാണ് ലഹരികളിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് കലയും കവിതയും കഥയും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നൈർമല്യം ഉണ്ടാക്കണം, ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ വിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും മനോഹരമായൊരു ചെറിയ 3 വരി ഇതുണ്ട്. അത് അസത്തായതെല്ലാം ഒഴിഞ്ഞങ്ങു പോട്ടെ, സുസത്തായതെല്ലാം വരട്ടെ നമുക്കായി, ഇരുട്ടൊക്കെ മാറി പ്രകാശം വരട്ടെ, വരട്ടെ ചിദാനന്ദ സത്യാമൃതത്വം. ഇത് ഞാൻ മലയാളത്തിലാക്കിയതാണ്. അതിൻ്റെ ഒറിജിൻ ഏതാണെന്ന് വെച്ചാൽ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ആശംസകൾ വരുന്നു ഈ പെഞ്ചു കുഞ്ഞുങ്ങളെയും അവരെ അണിയിച്ചൊരുക്കിയ അത് ഒരുപാട് ശ്രമമുണ്ട്. അതിൻ്റെ മൂവ്മെൻ്റ് ഓരോന്നിനെയും കോർത്തിണക്കിക്കൊണ്ട് ചടുലമായിട്ട് ഉള്ളതായ ആ നീക്കത്തിന് അവരെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ മാവേലി ആയി വന്ന ആളിനെയും കൊച്ചുകുട്ടിയെയും വാമനായിട്ട് വന്ന കുട്ടിയെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കൾ, PTA അംഗങ്ങൾ, സഹപ്രവർത്തകർ, അനധ്യാപക ജീവനക്കാർ, വാത്സല്യനിധികളായ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളും പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളുമായി ഒരു ഓണക്കാലം കൂടി വരവായി. ഓണത്തെ വരവേൽക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും വിജയകരമാക്കുകയും ചെയ്ത എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്. തുമ്പപ്പൂവിൻ്റെ മഹിമ നിറഞ്ഞ ഓണസന്ദേശം പകർന്നും കുട്ടികളിൽ ഒരാളായി അവരുടെ കലാപരിപാടികൾ ആസ്വദിച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചും നമ്മുടെ കൂടെ ഉണ്ടായ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട PI ശങ്കരനാരായൺ അവർക്ക് രാജഗിരി കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല ഒരു മാവേലി നാടിൻ്റെ പ്രതീക്ഷകൾ നമ്മളിൽ ഉണർത്തുന്ന പൊന്നിൻ ചിങ്ങത്തിൻ്റെ എല്ലാ വിശുദ്ധിയും നിറഞ്ഞ ഹൃദയത്തിനുടമയായ നമ്മുടെ ഡയറക്ടർ പൗലോസ് കിടങ്ങൻ അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും പ്രത്യേക താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി കേളാമ്പറമ്പിൽ അച്ഛന് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. രാജഗിരി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി റൂബി ആന്റണി മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഏറ്റവും ആരാധ്യയും പ്രിയങ്കരിയുമായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷൈനി മാഡത്തിന് നന്ദിയുടെ വാടാമലരുകൾ നൽകുന്നു. CISFൻ്റെ സീനിയർ കമാൻഡർ ശ്രീ നാഗേന്ദ്ര ദർവാണി സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സർ. ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാ പിന്തുണയും നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച PTA പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും മറ്റു അതിഥികൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും പ്രൗഢഗംഭീരമായ കലാവിരുന്നൊരുക്കി നമ്മുടെ എല്ലാ മനസ്സിനെ കീഴടക്കിയ കുരുന്നുകൾക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നിറവോടെയുള്ള ഒരു ഓണക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്മയുള്ള വാക്കുകളാവട്ടെ നമ്മുടെ മുഖം, നന്മയുള്ള പെരുമാറ്റമാവട്ടെ നമ്മുടെ നിറം, നന്മയുള്ള മനസ്സാവട്ടെ നമ്മുടെ സൗന്ദര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഓണം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാജഗിരി കിൻഡർ ഗാർഡനിലെ സീനിയർ സെക്ഷനിലെ 221 കുട്ടികളാണ് ഇപ്പോൾ സ്റ്റേജിലെ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. അവർക്ക് 3-4 മാസത്തെ ടീച്ചർമാരുടെ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ കലാപരിപാടികൾ. എല്ലാവർക്കും നല്ലൊരു കൈയടി ടീച്ചർമാർക്കും കുട്ടികൾക്കും കൊടുക്കും. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം, മലയാളക്കരയിളക്കണം, വിളമ്പാനായില നിരത്തുന്ന മുരുകിവാ മിനിങ്ങിവാ. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് ഓണം മൂട്, ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് ഒളി മൂട്. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്ത കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷത്തുരുത്തുകളും തിരുവരയും. നിറപറ പറ നിറയ്ക്കണ നിറവാണല്ലോ, പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മലയാളക്കരയിളക്കണം, വിളമ്പാനായില നിരത്തുന്ന മുരുകിവാ മിനിങ്ങിവാ. ഏത് മൂട് ഫ്രണ്ട്സ് മൂട്, ഏത് മൂട് ഫാമിലി മൂട്, ഏത് മൂട് സെൽഫി മൂട്, ഏത് മൂട് പാർട്ടി മൂട്, ഏത് മൂട് മൂട്, ഏത് മൂട് മൂട്, ഏത് മൂട് ഏത് മൂട് ഓണം മൂട്, ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട്